എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിശ്ചല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ. മത്തായി 8-ന്റെ 21, 22 വാക്യങ്ങൾ. ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട്, കർത്താവേ, ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, നീ എൻ്റെ പിന്നാലെ വരിക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹമുണ്ട്, എങ്കിലും ചില കാര്യങ്ങൾ ചെയ്തിട്ട് വരാം എന്ന് പറയുന്ന ആളുകൾ ധാരാളമുണ്ട്. ഇവിടെ നമ്മൾ കാണുന്ന മനുഷ്യൻ വളരെ മന്ദഗതിക്കാരനാണ്. ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യാൻ അനുവാദം തരണം എന്ന് അപേക്ഷിച്ചു. അപ്പൻ മരിച്ചവനാണ് എന്നതല്ല, അപ്പൻ മരിച്ചതിന് ശേഷം വരാമെന്നാണ് അവൻ പറയുന്നത്. ഇത് വളരെ സ്വീകാര്യമായ ഒരു അപേക്ഷയാണ്. ഇതിൽ നിന്നും ഗ്രഹിക്കാവുന്നത്, കർത്താവിൻ്റെ വേലയ്ക്കും വിളിക്കും ഭൗമിക ബന്ധത്തോളം വില അവൻ കൽപ്പിച്ചിട്ടില്ല എന്നാണ്. ഇവിടെ ഒരിടവേള ചോദിക്കാൻ കാരണം, കർത്താവിനെ പിൻപറ്റാനുള്ള താല്പര്യക്കുറവാണ്. ആഗ്രഹമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും താല്പര്യമില്ല. അവൻ്റെ അപ്പൻ വാർദ്ധക്യത്തിലോ രോഗക്കിടക്കയിലോ ഒക്കെ ആയിരിക്കാം. എന്നാൽ കർത്താവ് അവനോട് തന്നെ അനുഗമിപ്പാൻ പറഞ്ഞു. ഓർപ്പ നവോമിയെ വിട്ടുപിരിഞ്ഞതുപോലെ ന്യായശാസ്ത്രി വിട്ടുപിരിഞ്ഞപ്പോൾ രൂത്ത് നവോമിയോട് ചേർന്നതുപോലെ രണ്ടാമത്തവൻ യേശുവിനെ പിൻപറ്റി. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്നുള്ളത് അന്നുള്ള ഒരു പഴഞ്ചൊല്ലാണ്. യാതൊരു സാഹചര്യത്തിലും കർത്താവിൻ്റെ വേല അവഗണിക്കാൻ പാടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. മരിച്ചവരെ സംസ്കരിക്കാൻ ആത്മപ്രകാരം മരിച്ചവർക്ക് കഴിയും, എന്നാൽ സുവിശേഷം പ്രസംഗിപ്പാൻ എല്ലാവർക്കും കഴിയില്ല. ദൈവവിളിയും തെരഞ്ഞെടുപ്പും ഉള്ളവർക്ക് മാത്രമുള്ള ശുശ്രൂഷയാണത്. കർത്താവിനോടുള്ള ഭക്തിയിൽ ഉപരിയായി ഉള്ള ഒരു ഭക്തി മറ്റുള്ളവരോട് പോലും ഉണ്ടാകരുത് എന്നാണ് അതിൻ്റെ ഒരു നിർദ്ദേശത്തിൻ്റെ അർത്ഥം. ന്യായപ്രമാണപ്രകാരം നാസീർ വ്രതക്കാരൻ ദൈവത്തിൻ്റെ വ്രതനാകയാൽ അമ്മയപ്പന്മാരുടെ മരണത്തിൽ തന്നെത്താൻ അശുദ്ധനാക്കരുത് എന്ന് സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കുന്നു. ശവത്താൽ മഹാപുരോഹിതൻ അശുദ്ധനാകരുത് എന്ന് ലേവ്യ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിലുണ്ട്. അപ്പോൾ കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക നിലയിലാണ്. നാം അവനെ തെരഞ്ഞെടുത്തു എന്നല്ല. സാധാരണഗതിയിൽ ഒരു ഗുരുവിനെ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ശിഷ്യന്മാർക്കായിരുന്നു അന്നത്തെ കാലത്ത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, പോയി വളരെ ഫലം കായ്ക്കേണ്ടതിന്. അപ്പോൾ നമ്മെ തെരഞ്ഞെടുത്ത ഗുരുനാഥനാണ് നമ്മുടെ രക്ഷകനായ കർത്താവ്. എല്ലാവരെയും തിരഞ്ഞെടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ പിൻപറ്റുക എന്ന് പറയുമ്പോൾ അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ള ബോധ്യത്തോടെ ആവണം. വളരെ തീക്ഷ്ണതയുള്ള സമർപ്പണമാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. തൻ്റെ വിളിക്ക് ഉടൻ ഉത്തരം പറയാൻ തടസ്സമുള്ള ഏതൊരു കാര്യവും ദൂരീകരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കാലതാമസം അപകടമാണ്. തൻ്റെ ജഡികമായ ആത്മവിശ്വാസത്തിൽ പിൻപറ്റാൻ ആഗ്രഹിച്ച ശാസ്ത്രി തേരഹിന് തുല്യമാണ്. ആദ്യകാലത്ത് തേരഹും കുടുംബവും ഫ്രാത്ത് നദിയുടെ അക്കരെ താമസിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചു വന്നു. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായത്തിൽ അതിൻ്റെ ഓർമ്മപ്പെടുത്തലുണ്ട്. ഊര് ആയിരുന്നു അവരുടെ അധിവാസ സ്ഥലം. ഊരു എന്ന വാക്കിന് തീജ്വാല എന്നാണ് അർത്ഥം. അന്ന് അവിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന തീപ്പൊയ്കയെ കാണിക്കുന്നു. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ നാടും വീടും എല്ലാം ഉപേക്ഷിച്ച്, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയായി എന്ന് കാണുന്നു. അവിടെയാണ്
എബ്രായ ചരിത്രത്തിൻ്റെ ആരംഭം ദൈവവിളിയോട് മറുതലിക്കാതെ പിൻപറ്റാനുള്ള നമ്മുടെ ഒരു താല്പര്യമാണ്, സമർപ്പണമാണ് ദൈവിക വഴിയിൽ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. ദൈവം നമ്മളെ മാനിക്കും. തീർച്ചയായും നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടുമൊക്കെ കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, പിൻപറ്റാൻ നമ്മൾ താല്പര്യമുള്ളവരാണെങ്കിൽ, ദൈവം നമ്മെയും നമ്മുടെ തലമുറയെയും മാനിക്കുമെന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ കാണുന്നു. അനേകം ആളുകളുടെ അനുഭവമാണ്. ഇബ്രായലേഖൻ പറയുന്നു, ഇത്ര വലിയ സാക്ഷ്യമുള്ള സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൽ കർത്താവിനെ അനുഗമിപ്പാൻ, കർത്താവിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പ്രാർത്ഥിക്കും. കാരുണ്യവാനായ ഞങ്ങളുടെ രക്ഷകനായ കർത്താവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിൻ്റെ നന്മ കണ്ടുണരുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അങ്ങയെ അനുഗമിക്കുന്നവരായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മെശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.